ഇസ്രായേൽ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെ ആദ്യം വെടിവയ്ക്കുന്നതെല്ലാം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുക. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകാം. അയത്തുള്ള ഖമേനി എപ്പോഴാണോ ഇതെല്ലാം അവസാനിപ്പിക്കുന്നത്, അപ്പോൾ ഞങ്ങളും ഇങ്ങനെയുള്ള ആക്രമണങ്ങളെല്ലാം അവസാനിപ്പിക്കാമെന്ന് ഇസ്രായേൽ നേരിട്ട് വന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കും? ഇറാന്റെ സ്റ്റേറ്റ് മാധ്യമങ്ങൾ ഇന്നലെ പറഞ്ഞത് രാത്രി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ഒരു രാത്രി ആയിരിക്കും എന്നൊരു ഭീഷണി നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി അത്ര വലിയ അറ്റാക്കൊന്നും ഇറാൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ അടുത്ത് എന്താണ് സംഭവിച്ചത്? കൂടാതെ ബിറ്റ്കോയിനൊക്കെ വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടല്ലോ. അതിന് കാരണം എന്താണ്? സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിന്റെ അപ്ഡേറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് നേരിട്ട് മോസ്കോയിലേക്ക് ചെന്നിട്ടുണ്ട്. പുടിനെ കണ്ട് സംസാരിച്ചിട്ടുമുണ്ട്. എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം റഷ്യ ഇതിനകം പറഞ്ഞിരുന്നു, പല രാജ്യങ്ങൾ ഇറാന് സഹായം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. എത്രത്തോളം ഇറാനെ ഒറ്റപ്പെടുത്തുന്നുവോ അത്രത്തോളം ഇറാന് സഹായം ചെയ്യാനും പല രാജ്യങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ പക്കൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കരാറിൽ ഒപ്പിട്ടത് കൊണ്ട് തന്നെ രണ്ടുപേരും എന്തൊക്കെ ആവശ്യമാണ് എന്നുള്ളത് സംസാരിച്ച് തീരുമാനിക്കുമെന്നും പറഞ്ഞിരുന്നു. അതിനനുസരിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ മോസ്കോയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റഷ്യയുമായി ചേർന്ന് ഇറാൻ ഒരു സംയുക്ത പ്രഖ്യാപനം നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആദ്യമായാണ് റഷ്യ ഇറാനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ സംസാരിച്ചിരിക്കുന്നത്. അമേരിക്ക ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ റഷ്യയും ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ശരി, ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ എന്താണ് പറഞ്ഞത്? എ നൈറ്റ് ഈസ് കമ്മിങ് ദ ലൈറ്റ്സ് ഓഫ് വിച്ച് ഹാസ് നെവർ ബീൻ സീൻ ബിഫോർ. നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരു രാത്രി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ ഇറാന്റെ തിരിച്ചടിക്ക് ലോകരാജ്യങ്ങളെല്ലാം വളരെ ഭയത്തോടു കൂടി കാത്തിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതിന് ശേഷവും അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഇറാനെ വളരെ താഴ്ത്തിക്കെട്ടി ചിന്തിക്കുന്നവരുമുണ്ട്. മറ്റു ചിലർ പറയുന്നത് ഇല്ല, ഇറാനെ കൊണ്ട് ഇനിയും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ്. ഇതൊക്കെയാണ് അടുത്ത ഇറാൻ ഇസ്രായേലിനെതിരെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയും ഉയർത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഒഫീഷ്യൽ എഡിയോത്ത് എഹ്റോനാത്ത് ഇദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സീസ് ഫയർ അക്സെപ്റ്റ് ചെയ്യാം, നാളെ വേണമെങ്കിലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ അയത്തുള്ള ഖമേനി ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ അറ്റാക്ക് എല്ലാം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കി. അടുത്തത് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ച ചില കാര്യങ്ങളാണ്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് ബറാഖ് ഒബാമയെക്കുറിച്ച് ട്വീറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ വൈറലായിരുന്നു. ഇറാനെ ബറാഖ് ഒബാമ തീർച്ചയായും ആക്രമിക്കുമെന്നുള്ള ഒരു ട്വീറ്റ്. അടുത്ത ഇലക്ഷനിൽ അദ്ദേഹം ജയിക്കാൻ ഇറാനെ അറ്റാക്ക് ചെയ്തേ മതിയാവുകയുള്ളൂ എന്നുള്ള ട്വീറ്റ്. ഇറാനാണ് ബറാഖ് ഒബാമയുടെ മാജിക് കീ. ഇറാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് പേർ, അമേരിക്കക്കാർ ഒരുപാട് പേർ ഒബാമയ്ക്ക് വോട്ട് ചെയ്യും. ഇങ്ങനെ പല ട്വീറ്റുകൾ. അതായത് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് ഭീരുത്വമാണ്, ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു ഇതേ ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റൊക്കെ കാണുമ്പോൾ ബറാഖ് ഒബാമ ഇറാനെ അറ്റാക്ക് ചെയ്തോ ഇല്ലയോ, എന്നാൽ ഡൊണാൾഡ് ട്രംപ് അറ്റാക്ക് ചെയ്തു എന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കമല ഹാരിസിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് അവസാനം നൽകിയൊരു ട്വീറ്റ് ഉണ്ട്. അവർ ഭരണത്തിലേക്ക് വരുന്നതിന് 6 മാസം മുൻപ് തന്നെ അവരൊരു യുദ്ധം തയ്യാറാക്കി വെച്ചിരുന്നുവെന്ന്, അങ്ങനൊരു ട്വീറ്റായിരുന്നു. എന്നാൽ സത്യം എന്താണെന്ന് നോക്കിയാൽ ഈ ഡൊണാൾഡ് ട്രംപ് ജനുവരി മാസമല്ലേ ഭരണത്തിലേക്ക് വന്നത്, അടുത്ത 5 മാസത്തിൽ തന്നെ അദ്ദേഹം വലിയൊരു യുദ്ധം കൊണ്ടുവന്നല്ലോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹത്തെ നോക്കി തന്നെ പലരും ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത വന്നിരിക്കുന്ന വാർത്ത, എങ്ങനെയായാലും സാമ്പത്തികമായി ഇതൊക്കെ വലിയ രീതിയിൽ പ്രശ്നം സൃഷ്ടിക്കും. യുദ്ധം ഇങ്ങനെ നീണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നാളെ തന്നെ അത് അവസാനിച്ചാൽ നല്ലതാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിനെ അടയ്ക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ ഭയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതും ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ വലിയ രീതിയിൽ പരിഭ്രാന്തരായിട്ടുണ്ട്. നന്നായി അറിയപ്പെടുന്ന ക്രിപ്റ്റോ കറൻസി ഏതാണെന്ന് നോക്കിയാൽ അത് ബിറ്റ്കോയിൻ ആണ്. ഈ ബിറ്റ്കോയിൻ്റെ വില, ഒരു ബിറ്റ്കോയിൻ $100 താഴേക്ക് പോയിട്ടുണ്ട്. പൊതുവെ ഈ ബിറ്റ്കോയിൻ എന്നത് ഒരു 6 ഫിഗർ മാർക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 6 ഫിഗർ മാർക്കിൽ നിന്നും ഇപ്പോൾ താഴേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനിടയിൽ തന്നെ ഈ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ തന്നെ ഒരു വലിയ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് ഇറാൻ ഇസ്രായേൽ പ്രശ്നം കാരണം ഇവർക്കുള്ളിൽ തന്നെ ഒരു പാനിക് മോഡ് വന്നിട്ടുണ്ട്. അടുത്തത്, അമേരിക്കയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇസ്രായേലിനെ സഹായിക്കണം, അവരെ രക്ഷിക്കണം, ഇറാനെ ആക്രമിക്കണം. ഇറാനെ എങ്ങനെ ആക്രമിച്ചാൽ വേദനിക്കുമോ അവിടെ ആക്രമിക്കണം, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ആക്രമിച്ചാൽ അവർക്ക് വേദനിക്കും. അത് ചെയ്തു. ഇതുവരെയും ഇല്ലാത്ത തരത്തിലുള്ള രീതിയിൽ B2 ബോംബേഴ്സ് ഉപയോഗിച്ച് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തി. ആ ബോംബർ വിമാനങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല തിരികെ വരികയും ചെയ്തു. ഇങ്ങനെ ഇറാനോട് നിങ്ങൾ എന്തിന് ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കുന്നു, നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് സ്പേസ് പ്രോഗ്രാം എന്ന്? സ്പേസ് പ്രോഗ്രാം എന്താണ്? റോക്കറ്റ് ലോഞ്ച് ചെയ്യണം,
റോക്കറ്റിനും മിസൈലിനും വലിയ വ്യത്യാസമൊന്നുമില്ല. ലോങ് റേഞ്ച് റോക്കറ്റ് നിർമ്മിച്ചാൽ മാത്രം മതി അവർക്കത് മിസൈലാക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഒരു റോക്കറ്റ് നിർമ്മിക്കണം? നിങ്ങൾക്ക് എന്തിനാണ് സ്പേസ് പ്രോഗ്രാം? അവർ ചോദിച്ച ചോദ്യങ്ങളാണിതെല്ലാം. വൈ ഡസ് ഇറാൻ ഹാവ് എ സ്പേസ് പ്രോഗ്രാം? ആർ ദേ ഗോയിങ് ടു ദ മൂൺ? അവരെന്താ മൂണിലേക്ക് പോകാൻ പോവുകയാണോ? നോ, ദേ ആർ ട്രൈങ് ടു ബിൽഡ് ആൻ ICBM ടു ക്യാരി എ വാർഹെഡ്. അപ്പോൾ ICBM, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ. ഈ ഒരു മിസൈൽ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്, അല്ലാതെ ഇവരുടെ ഈ ഒരു ഉദ്ദേശം സ്പേസ് പ്രോഗ്രാം അല്ല. ഇങ്ങനെ ഇറാന്റെ സ്പേസ് പ്രോഗ്രാമിനെതിരെ പോലും അമേരിക്ക നീക്കങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നത്? പെട്ടെന്ന് തന്നെ ഈ സ്പേസ് പ്രോഗ്രാമിൽ ഞങ്ങൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും. ഏതൊക്കെ രാജ്യങ്ങളാണോ ഇവരുമായി ചേർന്ന് സ്പേസ് പ്രോഗ്രാം നടത്തുന്നത് ആ രാജ്യങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കണം. ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് അമേരിക്ക വരാൻ പോവുകയാണ്. അതിന്റെ ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതുപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ GPS സിഗ്നൽ തടസ്സപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതും ഈ GPS ജാം ചെയ്തു, അല്ലെങ്കിൽ GPS അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നതൊക്കെ ഇറാനെ നോക്കിയാണ് ചോദിച്ചത്. ഒന്നിലധികം ഷിപ്പുകൾക്ക് GPS പ്രശ്നം സംഭവിച്ചതായും സ്ട്രേറ്റ് ഓഫ് ഹോർമസിനെ നിയന്ത്രണത്തിലെടുക്കുന്ന ഇറാൻ അവിടെ ധാരാളം കപ്പലുകളെ നിർത്തിയിട്ടുണ്ട്. പ്രധാനമായും ഏത് ക്ലാസ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യാത്ത പല കപ്പലുകളെയും ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നും സ്ട്രേറ്റ് ഓഫ് ഹോർമസ് നിർത്തിവച്ചിരിക്കുകയാണ്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് വഴി കപ്പലുകൾ പോകരുത് എന്നൊരു തീരുമാനം അയത്തുള്ള ഖമേനി എടുത്താൽ മാത്രമേ ഈ കപ്പലുകളെല്ലാം അവിടെ നിന്ന് മാറ്റുകയുള്ളൂ. അവർ ആ കപ്പലുകളെല്ലാം ബ്ലോക്ക് ചെയ്യുകയുള്ളൂ. ഇപ്പോഴും 50 ടാങ്കർ കപ്പലുകൾ അവിടെ സഞ്ചരിച്ചു പോകുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ട്രാഫിക് സിഗ്നൽസിലൂടെ ഡേറ്റ ലഭിക്കുന്നുണ്ട്. വളരെ സ്മൂത്തായി തന്നെ നടക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിനുള്ളിൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചു പൂട്ടുകയാണെങ്കിൽ പല രാജ്യങ്ങളും അവിടെ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി തിരഞ്ഞു തുടങ്ങും. തങ്ങളുടെ പക്കൽ സ്റ്റോക്ക് പൈൽസ് ഉണ്ടോ, ആവശ്യത്തിന് അസംസ്കൃത എണ്ണ ഉണ്ടോ എന്നുള്ളതൊക്കെ തിരയാൻ തുടങ്ങും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 40-ലധികം സപ്ലൈസ് നമ്മുടെ പക്കലുണ്ട്. നമ്മുടെ പക്കൽ ആവശ്യത്തിന് സ്റ്റോക്ക് പൈൽസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വിശ്വാസം ഇന്ത്യ നൽകിയാലും ഇന്ത്യക്കും ഇതൊരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും. ഇന്ത്യയുടെ റിഫൈനറി സെഗ്മെന്റ്സിനും അവിടെയുള്ള ജോലി സാധ്യതകൾക്കെല്ലാം ഇതൊരു പ്രശ്നമുണ്ടാക്കും. പക്ഷേ നമ്മെക്കൊണ്ടൊരു പരിധിവരെയും ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. എന്തെങ്ങനെയായാലും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസിനെ അടിസ്ഥാനമാക്കി ഇറാൻ എടുക്കുന്ന തീരുമാനം ലോക സമ്പദ് വ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരുത്തും. അതിൽ യാതൊരു മാറ്റവും വേണ്ട. ഇനി ഇറാൻ ഇതുവരെയും എങ്ങനെയുള്ള തിരിച്ചടികളാണ് നൽകിയത്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 അതിൻ്റെ 20ാമത്തെ വേവ് ഓഫ് അറ്റാക്കാണ് ചെയ്തത്. ഈ 20ാമത്തെ വേവ് ഓഫ് അറ്റാക്കിൽ അവസാനമായി അവർ ഉപയോഗിച്ചത് ഖേബർ എന്ന 4th ജനറേഷൻ മിസൈലാണ്. അപ്പോൾ ഈ ഖേബർ മിസൈൽ എന്നത് ഏത് ക്ലാസ് ആണെന്ന് നോക്കിയാൽ അതൊരു ഖൊറംഷാർ എന്ന മിസൈൽ, അതിൻ്റെ എൻഹാൻസ്ഡ് വേർഷനാണ് ഈ ഖേബർ മിസൈൽ. ഖൊറംഷാർ എന്ന മിസൈലിനെ കുറിച്ച് നമ്മൾ ഇതിനകം തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയയായിരുന്നു ഈ ഖൊറംഷാർ മിസൈൽ സൃഷ്ടിക്കാൻ കാരണമായത്. ഖേബർ മിസൈൽ എന്നതൊരു 4th ജനറേഷൻ മിസൈലാണ്. മോസ്റ്റ് അഡ്വാൻസ്ഡ് ലോങ് റേഞ്ച് മിസൈൽ ടെക്നോളജി അതിപ്പോഴത്തേക്ക് ഈ ഖേബർ മിസൈലാണ്. ഏകദേശം 1450 കിലോമീറ്റർ റേഞ്ച് ഉള്ള മിസൈൽ, അതായത് 1450 കിലോമീറ്റർ അകലെയുള്ള ഒരു ടാർഗറ്റിനെ പോലും ഇതിനെ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. റീച്ചിങ് ഇസ്രായേൽ ഫ്രം വെസ്റ്റേൺ ഇറാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റ് ഇറാനിൽ നിന്ന് നമ്മെക്കൊണ്ട് ഇസ്രായേലിനുള്ളിൽ ഈ ഖേബർ മിസൈലിനെ വിക്ഷേപിച്ച് അവിടെ ഒരു അറ്റാക്ക് നടത്താൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാർഹെഡ് മാത്രം 1500 കിലോഗ്രാം ഭാരമുണ്ട്. കൂടാതെ ഇതിന് 3 സ്റ്റേജ് ഉണ്ട്. പ്രൊപ്പൽഷൻ സ്റ്റേജ്, റീ എൻട്രി വെഹിക്കിൾ സ്റ്റേജ്, അടുത്തത് ഗൈഡൻസ് ആൻഡ് ഏവിയോണിക് സ്റ്റേജ്. ഇത് ട്രാവലിംഗ് അറ്റ് സ്പീഡ് മാക്ക് 8 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഖേബർ മിസൈലിനെ ആദ്യമായി ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. മൊബൈൽ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇതിനെ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രിപ്പറേഷൻസിന് വെറും 15 മിനിറ്റ് മാത്രം മതി. ഇതെല്ലാം ഖേബർ മിസൈലിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ കൂടുതൽ എണ്ണം ഖേബർ മിസൈൽസ് ഇറാൻ സ്റ്റോക്ക് പൈൽസിൽ വെച്ചിട്ടുണ്ടോ ഇല്ലയോ അതറിയില്ല. ഈ സിജിൽ മിസൈൽസിൽ ഒരു 5 മിസൈൽസ് മാത്രമായിരുന്നു ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചത്. അതിനുശേഷം അവരത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ സിജിലിന് ശേഷം ഖേബർ മിസൈൽസ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ മറ്റേതെങ്കിലും മിസൈൽ ഇനി അവരുടെ പക്കൽ ഉണ്ടാകുമോ, ഒരു സർപ്രൈസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. ഇറാന്റെ സ്റ്റേറ്റ് മീഡിയാസ് പറഞ്ഞതുപോലെ ഇറാൻ നടത്തിയ അടുത്ത ആക്രമണത്തെക്കുറിച്ച് അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് വ്യക്തമായി അറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനടിയുള്ള അപ്ഡേറ്റ്സിനായി നമ്മുടെ വോയിസ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.